ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. എല്ലാവരും അൽനൂർ അപ്പോളജറ്റിക് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 2-3 എപ്പിസോഡിൽ അള്ളാഹു എവിടെ നിന്നാണ് വന്നത്, ആരാണ് അള്ളാഹുവിനെ മക്കയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്, അള്ളാഹുവിന് എത്ര പെൺമക്കൾ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചും ഇന്ന് നിലവിലുള്ളതായ അജ്റൽ അസ്വദ് എന്ന് പറഞ്ഞ കറുത്ത കല്ല്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് കേൾക്കുവാൻ എനിക്കിടയായി തീർന്നു. ഇസ്ലാമിക ചരിത്രങ്ങളിൽ എന്തൊക്കെയാണ് ഈ എവിഡൻസ് പറയുന്നത് എന്നൊക്കെയുള്ള കാര്യം കേൾപ്പാനൊക്കെ ഇടയായല്ലോ. അടുത്തത് അള്ളാഹുവിൻ്റെ സ്വഭാവ സവിശേഷതകൾ, എന്തൊക്കെ സ്വഭാവമാണ് അള്ളാഹുവിനുള്ളത് എന്നീ കാര്യങ്ങളെക്കുറിച്ച്, എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ളതായ ചില കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം നമുക്ക് അല്പനേരം ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? ഒന്നാമത്തത് അള്ളാഹു പ്രകൃതി. ബൈബിളിലെ ദൈവം വാസ്തവത്തിലെ ആത്മാവാണെന്ന് പറയുന്നത്. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അതാണ് പറയുന്നത്. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. ദൈവത്തെ ആത്മാവായിട്ട് വിശുദ്ധ ബൈബിൾ ചിത്രീകരിക്കുമ്പോൾ ഖുർആനിലെ അള്ളാഹുവിനെ സംബന്ധിച്ച് ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിർമ്മിതാവാണവൻ. അവന് അങ്ങനെ ഒരു സന്താനമുണ്ടാകും. അവനൊരു കൂട്ടുകാരിയില്ലല്ലോ. എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചതാണ്. അവൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അറിയുന്നവനാണെന്ന് ഖുർആൻ 6:101 നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിലായോ? രണ്ടാമത്തതായിട്ട് ഈ അള്ളാഹുവിന് എന്തുണ്ട്? നീളുണ്ടെന്നാണ് പറയുന്നത്. സഹീൽ ബുഖാരി ബുക്ക് നമ്പർ 24 ഹദീസ് നമ്പർ 504 അള്ളാഹു അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അള്ളാഹുവിന് നീളുണ്ട്. അപ്പോൾ നീളുണ്ടെങ്കിൽ അള്ളാഹു ആരല്ല? വാസ്തവത്തിലെ ആത്മാവിന് നീളിലുണ്ടാവില്ല, അല്ലേ? അപ്പോൾ അള്ളാഹു ആരാണ്? ഒരു ശരീരമുള്ള ഒരു വ്യക്തിയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഹദീസിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമത്തതായിട്ട് ഈ അള്ളാഹുവിന് എന്തുണ്ട്? ഉയരമുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? സഹീൽ മുസ്ലിം ബുക്ക് നമ്പർ 40 ഹദീസ് നമ്പർ 6809 അള്ളാഹുവിന് എത്ര ഉയരമുണ്ട്? 60 അടി ഉയരമുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഉയരമുണ്ട്. അപ്പോൾ ദൈവം ആത്മാവല്ല. ബൈബിളിലെ ദൈവം ആത്മാവായിട്ട് പ്രകൃതി വെളിപ്പെടുത്തുമ്പോൾ അള്ളാഹു ആരല്ല? ആത്മാവല്ല. രണ്ടാമത്തത് ഈ അള്ളാഹുവിന് നീളുണ്ടെങ്കിൽ ആത്മാവിനെ നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഖുർആനിൽ ഹദീസുകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത്തായി അള്ളാഹുവിൻ്റെ കൃത്യമായ ഉയരമുണ്ട്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മനസ്സിലായോ? അതിലെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അള്ളാഹുവിന് 60 ക്യൂബിക് ഉയരമുണ്ട് എന്നുള്ളത്. നാലാമത്തത് അവിടെ പറയുന്ന അള്ളാഹു ഒറ്റക്കണ്ണനല്ല എന്നാണ് പറയുന്നത്. ഒറ്റക്കണ്ണിനെ മുമ്പേ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇസ്ലാമിലെ ദജ്ജാലിന് എത്ര കണ്ണുണ്ട്? ഒരു കണ്ണ ഉള്ളത്. ഈ നെറ്റിയിലാണ് കണ്ണ്. അപ്പോൾ ഒറ്റക്കണ്ണനാണ് ദജ്ജാല്. പക്ഷേ അള്ളാഹുവിനെ ഒറ്റക്കണ്ണനല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സുനൻ ഇബ്ൻ അബൂ ദാവൂദ് ഇതിലെ വളരെ വ്യക്തമായിട്ട് ബുക്ക് നമ്പർ 37 ഹദീസ് നമ്പർ 4306 അബൂദാബിദിൽ വളരെ വ്യക്തമായിട്ട് അള്ളാഹു ഒറ്റക്കണ്ണനല്ല എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഖുറൈശി ഗോത്ര ദേവനായ അള്ളാഹു ആരാണ്
എന്ന് നമ്മൾ ഇസ്ലാമിക ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഇന്ന് അനേകരും എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കുമ്പോൾ മറ്റു ചില കാര്യം കൂടെ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാം നമുക്ക്. അള്ളാഹു തുണി എടുത്തുകൊണ്ട് നിൽക്കുന്നു എന്നാണ് വായിക്കാം നമുക്ക്. അബു സയ്യിദ് പറയുന്നു, തിരുമേനി അരുളുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ രക്ഷിതാവ് പരലോകത്ത് വെച്ച് തൻ്റെ കണങ്കാലുകളിൽ നിന്ന് തുണി പൊക്കിപ്പിടിക്കും. സത്യവിശ്വാസികളെ എല്ലാ സ്ത്രീ പുരുഷന്മാരും അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴും. സഹീൽ ബുഖാരി 1749 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യുന്നു, തുണി ഉടുത്തിരിക്കുകയാണ്. അപ്പോൾ തുണി ഉടുത്തിരിക്കുന്ന ആര്? ആത്മാവിന് തുണി ഉടുത്തെടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യുന്നു? അള്ളാഹു തുണി ഉടുത്ത് നിൽക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം, നമ്മുടെ രക്ഷിതാവ് പരലോകത്ത് വെച്ച് തൻ്റെ കണങ്കാലുകളിൽ നിന്ന് തുണി പൊക്കി പിടിക്കും. സത്യവിശ്വാസികളായ എല്ലാ സ്ത്രീ പുരുഷന്മാരും അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗമായി വീഴും. സഹീൽ ബുഖാരി 1749 പറഞ്ഞില്ല. അപ്പം തുണി ഉടുത്ത് നടക്കുന്ന കേവലം ഒരു വ്യക്തിയാണ് അള്ളാഹു എന്നുള്ളത് ഖുർആനിൽ ഹദീസുകളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നു. രണ്ടാമതായിട്ട് അള്ളാഹുവിൻ്റെ ശാന്തിക്ക് വേണ്ടി അറബികൾ പ്രാർത്ഥിക്കുന്നത് ഏത് ദൈവത്തോടാണ്? പ്രാർത്ഥിക്കുകയാണ് അറബികൾ, അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇബ്നു സയ്യിദ് പറയുക, തിരുമേനിയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന് ശാന്തി ലഭിക്കട്ടെ, ജിബ്രീലിനും മിക്കായിലിനും ശാന്തി ലഭിക്കട്ടെ, ഇന്നിന്നവർക്ക് ശാന്തി ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സഹീൽ ബുഖാരി ഹദീസ് നമ്പർ 452. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യുന്നു? രണ്ടാമത് ഇവരെല്ലാം അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അറബികൾ എന്നാണ്. മൂന്നാമത്തായിട്ട് അള്ളാഹു മലക്കളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏത് സൃഷ്ടിയോടാണ്? ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു അല്ലേ, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യു. അള്ളാഹുവും മലക്കുകളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഏത് ദൈവത്തോടാണിത് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാലാമത്തത്, ആരാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ച? അറബികൾ ചോദിക്കുന്നു. അബൂ ഹുറൈറ പറഞ്ഞു, ഒരിക്കലും ഞാൻ പള്ളിയിലുണ്ടായിരിക്കെ ഏതാനും അറബികൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അബൂ ഹുറൈറ, ഞങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു, അപ്പോൾ അള്ളാഹുവെ സൃഷ്ടിച്ചത് ആരാണ്? ഉടനെ അദ്ദേഹം തൻ്റെ ഉള്ളം കയ്യിൽ ചരലെടുത്ത് അവർ എറിഞ്ഞു. എന്നിട്ട് എഴുന്നേറ്റ് പോകൂ എന്ന് പറഞ്ഞു. സഹീഹ് മുസ്ലിം 17. ഇപ്പോൾ അവിടെ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അള്ളാഹുവിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, അള്ളാഹു ആരാണ്, എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അള്ളാഹു എന്നതിനെ കുറിച്ചുള്ളതായ കാര്യങ്ങളാണ്. അഞ്ചാമത്തതായിട്ട് അള്ളാഹുവിൻ്റെ സിംഹാസനം ചുമക്കുന്നവർ ആരൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിനെ ചുമക്കുന്നവരെ യഥാർത്ഥ സൃഷ്ടികർത്താക്കളാണ്. ആലോചിച്ച് നോക്കുക. നമ്മൾ പറയുന്നത് ഇന്നിൻ്റെ രക്ഷിതാവിൻ്റെ സിംഹാസനം 8 പേരാണ് ചുമക്കുക. ഖുർആൻ 69:17. അബ്ദുല്ലാഹിബിൻ അബ്ബാസിൽ നിന്ന് നമ്മുടെ നാഥൻ, അവൻ്റെ നാമം അനുഗ്രഹീതവും അത്യുന്നതവുമായിരിക്കുന്നു. വലിയ കാര്യം തീരുമാനിച്ചാൽ ദൈവം സിംഹാസനം ചുമക്കുന്നവർ അവനെ പ്രകീർത്തിക്കും. സഹീഹ് മുസ്ലിം ഹദീസ് നമ്പർ 1495 വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അള്ളാഹുവിനെ ചുമന്നുകൊണ്ട് നടക്കുക. സിംഹാസനത്തിലിരിക്കുന്ന അള്ളാഹുവിനെ എന്ത് ചെയ്യുക? ചുമന്നുകൊണ്ട് നടക്കുകയാണ്. എന്തിനാണ് അള്ളാഹുവിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? അള്ളാഹു ബൈബിളിലെ ദൈവമാണെങ്കിൽ, ബൈബിളിൽ പറഞ്ഞ സൃഷ്ടാവായ ദൈവമാണെങ്കിൽ, ഈ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ഒരു ദൈവമാണെങ്കിൽ ഈ ദൈവത്തെ ചുമന്നുകൊണ്ട് നടക്കേണ്ടതായ ആവശ്യമുണ്ടോ? ഇവിടെ 8 പേര് ചേർന്ന് എന്ത് ചെയ്യുന്നത്? ചുമന്നുകൊണ്ട് നടക്കുകയാണെന്ന് പറയാം. ആറാമത്തത്, അള്ളാഹുവിൻ്റെ സിംഹാസനം വിറക്കുന്ന എന്തുകൊണ്ട്? ഇപ്പോഴും വിറക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. ജാബിർ ബിൻ അബ്ദുല്ലാഹിൽ നിന്ന് നിവേദനം, സഹീദ് ബിനു മുആദിൻ്റെ ജനാസ അവരുടെ മുമ്പിൽ വെച്ചിരിക്കെ പ്രവാചകൻ പറഞ്ഞു, കാരുണ്യവാന്റെ സിംഹാസനം അതുകൊണ്ട് വിറച്ചു. വിറക്കുന്നൊരനുഭവം ഉണ്ടാകുക സിംഹാസനം. അതുകൊണ്ടാണ് ഈ 8 പേര് എന്ത് ചെയ്യുന്നത്? പിടിക്കുന്നത്. സഹീഹ് മുസ്ലിം ഹദീസ് നമ്പർ 1700 വളരെ വ്യക്തമായിട്ട് പറയാം, സിംഹാസനം വിറച്ചുകൊണ്ടിരിക്കുക. ഒരാൾ ജനാസ സമയത്ത് അള്ളാഹുവിൻ്റെ സിംഹാസനം വിറക്കുന്നതായിട്ട് തോന്നുക.
നോക്കുക, ഇത് ദൈവമാണോ വാസ്തവത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതൊരു മനുഷ്യനാണോ? അപ്പോൾ ഈ മനുഷ്യനെയാണ് എന്ത് ചെയ്തത്? കൊണ്ടുവന്ന് മക്കയിൽ പ്രതീക്ഷിച്ചത്. ഏഴാമത്തത്, അള്ളാഹുവിൻ്റെ സിംഹാസനം വിറക്കുന്നത് കൊണ്ടാണോ മൂസാ നബി അള്ളാഹുവിൻ്റെ സിംഹാസനം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് ഹദീസ് ചോദിക്കുകയാണ്. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ ഭൂവനങ്ങളിലെല്ലാം മരിച്ചു വീഴും. വീണ്ടും അതിൽ ഊതപ്പെടുമ്പോൾ ഒന്നാമതായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ഞാനായിരിക്കും. അപ്പോൾ മൂസ ദൈവസിംഹാസനം പിടിച്ചു നിൽക്കുന്നുണ്ടാകും. സഹീഹുൽ മുസ്ലിം ഹദീസ് നമ്പർ 1612 പറഞ്ഞിരിക്കുകയാണ്. വിറച്ചേയിരിക്കും. നോക്കുക, ആലോചിച്ചു നോക്കുക, അള്ളാഹുവിൻ്റെ സിംഹാസനം വിറച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന്. അതുപോലെ ഉറപ്പിക്കാനുള്ള കഴിവും പ്രാപ്തിയും ആർക്കില്ല? അള്ളാഹുവിനില്ല. സുഹൃത്തുക്കളെ, സത്യത്തിൽ നിങ്ങൾ അള്ളാഹു ആരാണ്? ഇന്ന് പകൽക്കാലം ചോദിക്കുകയാണ്. നിങ്ങളെ വാസ്തവത്തിൽ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവമാണോ? എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങൾ അള്ളാഹു? ഈ 23 കൊല്ലക്കാലത്തെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കുക. പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹു എന്തെല്ലാം സൃഷ്ടിച്ചുകൊണ്ട് 23 കൊല്ലക്കാലം. എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കാനായിട്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാപമാണല്ലേ? പാപത്തിന് ഒരു പരിഹാരം നൽകാനായിട്ട് അള്ളാഹുവിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു മരിച്ചവരെ അള്ളാഹു ഉയർത്തിയിട്ടുണ്ടോ 23 കൊല്ലക്കാലം? ഒരു ചന്ദ്രനെ പുലർത്തിയൊരു കഥ പറയുന്നുണ്ട്. അത് ഒരു കവിതയിൽ നിന്ന് മുഹമ്മദ് എന്ത് ചെയ്താണ്? മോഷ്ടിച്ചു കൊണ്ടുവന്ന് രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിന് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. അള്ളാഹു സൃഷ്ടാവല്ല. അള്ളാഹുവിന് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ, ഒരാൾക്ക് ശാന്തി നൽകാൻ, സമാധാനം നൽകാൻ, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു ദൈവമല്ല അള്ളാഹു എന്ന് പറയുന്നത്. 360 ദേവീദേവന്മാരിൽ ഒരു ദേവൻ മാത്രം. ഇതിലായോ? ചന്ദ്രനെ പുലർത്തിയ കഥ ഉമ്മുൽ ഖൈസിൻ്റെ കവിതയിൽ നിന്ന് മുഹമ്മദ് എന്ത് ചെയ്തു? കോപ്പി അടിച്ച് ഇങ്ങ് കൊണ്ടുവന്നിട്ട് അതെ പ്രതിഷ്ഠ. സാധാരണ ചോദിക്കുക, എന്തൊക്കെയാണ് ഇസ്ലാമിൽ അള്ളാഹു ചെയ്തത്? അള്ളാഹു ചന്ദ്രനെ പുലർത്തി എന്ന് പറയും. ചന്ദ്രനെ പുലർത്തിയ കഥ കോപ്പി അടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സർവശക്തനല്ല, സർവജ്ഞാനിയല്ല, ഒന്നുമല്ലെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനൊക്കെയായിട്ട് സാധിക്കും. അതുകൊണ്ട് സത്യദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ നിങ്ങൾ അറിയുവാൻ ബൈബിൾ വായിക്കുക. സത്യം നിങ്ങളെ തിരിച്ചറിയുവാനായിട്ട് നിങ്ങൾക്ക് അവസരം ഒരുക്കട്ടെ. മറ്റൊരുവനിൽ രക്ഷയില്ല. അള്ളാഹുവിന് നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് കഴിയില്ല. ഈ സത്യം എനിക്ക് തിരിച്ചറിയുവാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കി തന്നു. അതുപോലെ സത്യം തിരിച്ചറിയുവാൻ വിലവനായ ദൈവം നിങ്ങൾക്ക് അവസരം ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വലിയവനായ ദൈവം നിങ്ങൾക്ക് കൃപയും സമാധാനവും ധാരാളമായി തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.